മെസ്സി ഫൈനൽ തോറ്റതിന് ആഘോഷിക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരം ആരാണെങ്കിലും അവൻ്റെ അടുത്തൊന്നും നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നവനല്ല മെസ്സി എന്ന് പറയുന്നത്. കാര്യം ഹി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ഫുട്ബോൾ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ കണ്ണിൽ ഏറ്റവും മികച്ച ലീഗ് എവിടെയാണ്? അങ്ങ് സൗദിയിലാണ് കേട്ടോ. ആ സൗദി ലീഗ് പല ഡാറ്റാസും മറ്റ് സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ MLS താഴെയാണെങ്കിൽ പോലും ഇവർ സമ്മതിച്ചു തരില്ല. ഇനി ഒരു പ്ലെയർ ഒരു ക്ലബിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്ലബ് ഓൾറെഡി നിന്നൊരു പൊസിഷനിൽ നിന്നും ബെറ്റർ ആയിട്ട് മുകളിലേക്ക് കയറുന്നതാണ്. അപ്പോൾ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞ് ട്രോഫി അടിച്ചുകൊണ്ടിരുന്ന ടീം, ലീഗിൽ ഫസ്റ്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരു ടീം താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പ്ലെയറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടായ ഇമ്പാക്റ്റ് ആയിട്ടും കൂടെ നമുക്ക് കൺസിഡർ ചെയ്തൂടെ? ഇത് ഞാൻ ആരെ പറ്റിയാ എന്തിനെ പറ്റിയാ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി MLS ഒരു പ്ലെയർ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ട്രോഫി സ്വപ്നം പോലും കാണാത്തൊരു ക്ലബിന് മിനിമം 1-2 ട്രോഫി എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ പ്ലെയറിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ചില സമയത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തോൽവി വരുമ്പോൾ ആഘോഷിക്കണമെങ്കിൽ അവൻ ആഘോഷിക്കട്ടെ എന്ന് മാത്രം കൺസിഡർ ചെയ്ത് വിടുക. ആൻഡ് എനിക്ക് ഓരോ മെസ്സി ആരാധകരോടും പറയാനുള്ളത്, അവസാന മത്സരങ്ങൾ മാക്സിമം കാണുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുള്ളി ഒന്നും പ്രൂവ് ചെയ്ത് തരാനില്ല. ഇനി നമുക്ക് കാണുന്ന എല്ലാം ഒരു ബോണസാണ്. അത് ആ എക്സ്ട്രീമായിട്ട് അങ്ങ് ആഘോഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കളിയാക്കുന്നവർക്കൊക്കെ അത്രയും വിഷമമുള്ളതുകൊണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് കറൂ.